ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പൂരി ജംഗ്ഷന് സമീപമുള്ള പ്രശസ്തമായ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ്. ഇതാണ് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം. അതിനോടനുബന്ധിച്ച് തന്നെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സെൻറ്റ് ജോർജ് LP സ്കൂളുണ്ട്. സെൻറ്റ് ജോർജ് LP സ്കൂളിൻ്റെ കോമ്പൗണ്ടാണ്. തൊട്ടടുത്ത് തന്നെ പാരിഷ് ഹാളുണ്ട്. പല ആഘോഷങ്ങൾ നടക്കുന്ന ഒരു വേദിയാണ്. അമ്പൂരി സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചിൻ്റെ ഭാഗമാണ് ഈ പാരിഷ് ഹാൾ. മുമ്പ് ഇവിടെയായിരുന്നു അമ്പൂരി സെൻറ്റ് തോമസ് ഹൈസ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. ഈ കോമ്പൗണ്ടിലാണ്. ആ കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ പാരിഷ് ഹാളാക്കി മാറ്റിയിട്ടുണ്ട്. ഞാനിങ്ങനെ പിന്നിലേക്ക് നടക്കുകയാണ്. ഒട്ടനവധി പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി പോയിട്ടുണ്ട്. ആ പാരിഷ് ഹാൾ കെട്ടിടത്തിലാണ് മുമ്പ് ഹൈസ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന കെട്ടിടങ്ങൾക്കൊക്കെ മുന്നിൽ മതിൽ മാത്രമായിരുന്നു. ഇങ്ങനെ കെട്ടിടമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിരൂപത നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് ഒരു 100-150 മീറ്റർ വ്യത്യാസം മാത്രമാണ് ഈ സ്ഥലത്തിനുള്ളത്. ഇതിനകത്ത് തന്നെ LKG UKG ക്ലാസ്സുകൾ ഉണ്ട്. ന് ശേഷമൊക്കെയാണ് ഇവിടെ +2 ആരംഭിച്ചത്. ഇന്ന് പൂജ ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ട് റോഡിൽ തിരക്ക് കുറവാണ്. അല്ലെങ്കിൽ ഈ സമയമൊക്കെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരുന്ന തിരക്ക് കാണാമായിരുന്നു. എൻ്റെ പിന്നിൽ കാണുന്നതാണ് അമ്പൂരി ജംഗ്ഷൻ. ഞാൻ ഈ സ്കൂളിലല്ല കേട്ടോ പഠിച്ചത്. ഞാൻ പഠിച്ചതെല്ലാം തിരുവനന്തപുരം ടൗണിലാണ്. വിദ്യാധിരാജ വിദ്യാമന്ദിർ SMV ഹൈസ്കൂൾ, അവിടെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അവിടെയായിരുന്നു. ഇത് അതിൻ്റെ ഫസ്റ്റ് എൻട്രൻസ്. സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എൻട്രൻസാണ്. മെയിൻ എൻട്രൻസ് തൊട്ടപ്പുറത്താണ്. നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള സ്കൂളാണ്.
ഇതിൻ്റെ ഈ സ്കൂൾ സ്ഥാപിച്ചത് 1957 ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ 1957 to 2007 എന്ന് ഫലകം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള സെൻറ്റ് ജോർജ് ഫോറൈൻ ചർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂളാണിത്. എൻ്റെ പിന്നിൽ ഒരു 100 മീറ്റർ അപ്പുറമാണ് സെൻറ്റ് ജോർജ് ഫോറൈൻ ചർച്ച്. ഓക്കെ, ബൈ. ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഹാവ് എ നൈസ് ഡേ.